ഹായ് ഫ്രണ്ട്സ്, ലോക സമസ്ത സുഖിനോ ഭവന്തു. നിങ്ങൾക്കുള്ള ടാരോ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ടാരോ മെസ്സേജിൻ്റെ കൂടെ ഗൈഡൻസും കൂടെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ദാണ്ട ഇങ്ങനൊരു ഡെക്കുണ്ട്, വളരെ പോസിറ്റീവായിട്ടുള്ള മൂണോളജി ഡെക്കാണ്. ഇതിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് തരാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എൻ്റെ ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടി എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാം. അല്ല ഗൈഡൻസും കൂടി വേണമെങ്കിൽ ഞാൻ അതും കൂടെ ചേർത്ത് ലോങ് വീഡിയോ ആക്കി ചെയ്യാം. അപ്പോൾ പോസിറ്റിവിറ്റിയെ ക്ലെയിം ചെയ്യാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2, ഇത് കാർഡ് നമ്പർ 3. അപ്പോൾ നമുക്ക് ടാരോ മാത്രം ഒന്ന് നോക്കി നോക്കാം. കാർഡ് നമ്പർ 1 ഞാൻ വയ്ക്കുന്നത് ഈ ഒരു ക്ലിപ്പാണ്. കാർഡ് നമ്പർ 2 വയ്ക്കുന്നത് ഈ ഒരു റിംഗ് ആണ്. കാർഡ് നമ്പർ 3 വയ്ക്കുന്ന ഈ ഒരു പൈറൈറ്റ് ബ്രേസ്ലെറ്റാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് ഡിവൈനെയോ യൂണിവേഴ്സിനെയോ വിചാരിച്ച് ചൂസ് ചെയ്തുള്ള കാർഡ് നമ്പർ 1 മെസ്സേജ് നോക്കാം. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂൻ്റെ എനർജിക്ക് തത്തുല്യമായ എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒന്നീ രക്ഷപ്പെടാൻ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ നന്നായിട്ടിരിക്കണം. എന്തായിരിക്കും, ഇമോഷണലി നിങ്ങൾ ബാലൻസ്ഡ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ എന്താണ് പറയേണ്ടത്, നിങ്ങൾ സാമ്പത്തികമായിട്ടും മെച്ചമാണ്. നിങ്ങളല്ലാതെ എന്ത് തരത്തിലും ഒന്നിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഉടനെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ ഒരു ക്യൂൻ്റെ നേച്ചറിലേക്ക് നിങ്ങൾ എത്തും. വെരി നൈസ്, പോസിറ്റീവ് കാർഡാണ്. കാർഡ് നമ്പർ 2 എന്ന് പറയുമ്പോഴത്തേക്ക് 8 ഓഫ് സോർട്സ് ആണ്. 8 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബന്ധിക്കപ്പെട്ട പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫീൽ ചെയ്യണുണ്ടാവാം. ഇനി എന്ത് എന്നറിയാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരു ഗൈഡൻസ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്കൊരു ഗൈഡൻസ് മെസ്സേജ് ഞാൻ നോക്കാം. നിങ്ങൾക്ക് ഒരു മെസ്സേജ് നത്തിങ് ഈസ് യെറ്റ് ഇൻ സ്റ്റോൺ എന്നാണ്. ഒന്നും അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. തുടങ്ങാൻ പോണതേ ഉള്ളൂ എന്നും പറഞ്ഞ് നിങ്ങളുടെ ദുഃഖമല്ല, നല്ല കാലമായിരിക്കും തുടങ്ങാൻ വേണ്ടി പോണത്. എല്ലാം അവസാനിച്ചു, എല്ലാം നശിച്ചു എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് ആവശ്യമില്ല. തീർച്ചയായും നല്ലത് സംഭവിക്കട്ടെ. നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത്, ഗൈഡൻസ് എന്ന് പറയുന്നത്, ഷോ ദ വേൾഡ് റിയൽ യു. നിങ്ങൾ നിങ്ങളായി നിലനിൽക്കുക. തീർച്ചയായും നിങ്ങളെ കാണിക്കുക. എന്തെങ്കിലും നിങ്ങളൊരു നെഗറ്റീവ് സിറ്റുവേഷനിലാണെങ്കിൽ അത് മാറുക. ദെൻ കാർഡ് നമ്പർ 3 എന്ന് പറയുമ്പോൾ ഡെത്താണ്. എന്തോ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നിങ്ങളും കടന്നു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരുടെയെങ്കിലും വിയോഗമോ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമമുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഗൈഡൻസ് എന്ന് പറയുന്നത്, നോക്കട്ടെ, യു ആർ ഗുഡ് ഇനഫ്. നിങ്ങൾ നല്ല ആൾക്കാർ തന്നെയാണ്, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വന്നേക്കുന്നത് യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയാൽ മതി. വിഷമിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും എല്ലാം ശരിയായി വരും. പോസിറ്റിവിറ്റിയെ ക്ലെയിം ചെയ്യാൻ വേണ്ടി കാർഡ് നമ്പർ 1 എടുത്തവർ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർഡ് നമ്പർ 2ഉം 3ഉം എടുത്തവർ ഐ സറണ്ടർ ടു ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. തീർച്ചയായും നല്ലത് വരും. നമ്മുടെ വീഡിയോ ചെയ്യുന്ന ഞാൻ പോലും പൂർണ്ണമായും സന്തോഷിച്ചോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടോ ഇരുന്നിട്ടല്ല വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരുടെ ലൈഫിലും പ്രശ്നമുണ്ട്. ഞാനും 1 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഞാനും അധ്വാനിച്ചേ പറ്റുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചിലർ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കണവരുണ്ടാവാം, പക്ഷെ അവർ പോലും തീർച്ചയായും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഉഴലുന്നവരായിരിക്കും. അതുകൊണ്ട് പ്രശ്നമില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. മനുഷ്യനായി പിറന്നാൽ തീർച്ചയായും ഒന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങൾ നല്ലതും വന്നുകൊണ്ടേയിരിക്കും. അതിനെ രണ്ടിനെയും ബാലൻസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ബൈ.